വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കണമെന്ന് റസാഖ് പാലേരി. സംഘ് പരിവാർ വംശീയത രാജ്യത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ സാഹോദര്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് സാമൂഹികനീതിയുടെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ടു വരണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. പാർട്ടി ക്യാമ്പയിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടിയിലേക്ക് കടന്നുവന്ന് പറവൂർ മണ്ഡലത്തിലെ ചേന്ദമംഗലം പഞ്ചായത്ത് പാലാത്തുരുത്തിലെ അംഗങ്ങൾക്ക് സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുമെന്നും അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേരളത്തിൽ മദ്യ ഉപയോഗം വർദ്ധിപ്പിക്കാനാണ് VD സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ 10 വർഷം ഭരിച്ച LDF സർക്കാരിനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത് UDF സർക്കാർ മറക്കരുതെന്നും പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. പറവൂർ മണ്ഡലം പ്രസിഡന്റ് KY ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച സ്വീകരണ പരിപാടിയിൽ വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഷെഫ്രിൻ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ സെക്രട്ടറി ആബിദ വൈപ്പിൻ, കോട്ടുവള്ളി 5ാം വാർഡ് മെമ്പർ സുമയ്യ അൻസാർ, വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം ട്രഷറർ PM നാസറുദ്ദീൻ, പാർട്ടി ചേന്ദമംഗലം പ്രസിഡന്റ് മരിയം BV, KK ഇബ്രാഹിം എന്നിവരും സംസാരിച്ചു. പറവൂർ മണ്ഡലം സെക്രട്ടറി OA നാസർ സ്വാഗതവും മണ്ഡലം കമ്മിറ്റി അംഗവും ക്യാമ്പയിൻ കൺവീനറുമായ TA ഷനൂബ് നന്ദിയും പറഞ്ഞു. അടിസ്ഥാനപരമായ ആവശ്യം ഭക്ഷണം ഉണ്ടാവണം, പാർപ്പിടം, വീടുണ്ടാവണം, സമൂഹത്തിൽ ഒരു അന്തസ്സ് ഉണ്ടാവണം, ആളുകൾക്ക് മുമ്പിൽ ഒരു അന്തസ്സ് അഭിമാനം ഉണ്ടാവും. ഇത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ വികസനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നാണ് വികസന സൂചികയുടെ അടിസ്ഥാനം. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി. നമുക്കറിയാം, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് ഏതാണ്ട് 75 വർഷം പിന്നിട്ടു. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് 55-60 വർഷം പിന്നിട്ടു. എന്നിട്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് ഈ അടിസ്ഥാനപരമായ വികസനത്തെ ഉറപ്പുവരുത്താൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നേരത്തെ കുറേ കണക്കുകളൊക്കെ പറഞ്ഞു. 5.5 ലക്ഷം ഭൂരഹിതരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പാർട്ടിയുടെ ഗ്രാഫ് മുന്നോട്ടാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ടൈമിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ജനങ്ങളുടെ ഇടയിൽ നമ്മൾക്കുള്ളൊരു മതിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഈ പൊതുപ്രവർത്തക 5 വർഷമായിട്ട് നമ്മൾ നിരന്തരം ജനങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകും ഓരോ വ്യക്തി, അതായത് എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകും ഓരോ വ്യക്തികളുടെയും നിലപാടുകൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാഹോദര്യ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരുപാട് പേര് സന്നദ്ധരാണ്. പക്ഷെ നമ്മൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മളെല്ലാവരും വെൽഫെയർ പാർട്ടിയെ നന്നായി അറിയുന്നവർ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 5 വർഷവും ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ നമ്മുടെ കൂടെയുണ്ട്. നിരവധി സേവന പ്രവർത്തനങ്ങളിലൂടെയും നാടിൻ്റെ വികസന മുന്നേറ്റത്തിൽ പങ്കുവഹിച്ചുകൊണ്ടുമൊക്കെ വളരെ ആവേശത്തോടെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ മെമ്പറുടെ സാന്നിധ്യം കൊണ്ട് വെൽഫെയർ പാർട്ടിയെ തന്നെ വലിയ അളവിൽ എല്ലാവർക്കും സുപരിചിതമാണ്. ഭരണഘടന എഴുതാനാരുണ്ട്, തയ്യാറാക്കാനാരുണ്ട് എന്ന് ചർച്ച നടത്തുമ്പോൾ ഇന്ത്യയിലെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ പലരെ അന്വേഷിച്ചു പോയി. ഓക്സ്ഫോർഡിലുള്ള ഒരു വലിയ പ്രൊഫസറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, നിങ്ങൾ എന്തിനാ വേറെ അന്വേഷിക്കുന്നത്? നിങ്ങളെ രാജ്യത്തുണ്ടല്ലോ അംബേദ്കർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അദ്ദേഹത്തെക്കാൾ ഭരണഘടന എഴുതാൻ കഴിയുന്ന അത്തരം വിഷയങ്ങൾ പഠിച്ച വ്യക്തി ലോകത്താരുണ്ട് എന്ന് ചോദിച്ചു. പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ മുറ്റത്ത് മുല്ലക്ക് മണയില്ലാതെ. അത് ഏതോ കാട്ടുചെടിയാണെങ്കിൽ ഒരു പരിഗണനയും ഉണ്ടാകുകയില്ല. അങ്ങനെ അവഗണിക്കപ്പെട്ട സമുദായങ്ങളുടെ നീതി, അവർക്ക് അർഹമായ നീതി നേടിക്കൊടുക്കുക, അവരുൾപ്പെടെ ഈ രാജ്യത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ന്യൂസ് ബ്യൂറോ, പറവൂർ.